സൗവർണിക, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം LDF സർക്കാരിന് എതിരായിരുന്നു എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു. ഇതാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് മുതൽ രാഷ്ട്രീയ നിരീക്ഷകരും ചാനൽ ചർച്ചകളിലും മറ്റും മാധ്യമങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത് ചർച്ചയായ കാര്യമാണ്. എന്നാൽ ഈ CPM മാത്രം ഇത് അംഗീകരിക്കുന്നില്ലായിരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരാരും ഇതൊന്നുമല്ല, പാർട്ടി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നും സ്വർണ്ണക്കൊള്ള കേസ് ഇതിനെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നും എല്ലാം അങ്ങ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഇപ്പോൾ CPM തന്നെ പ്രതികരിക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. പക്ഷെ ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ നേതാക്കന്മാരും എങ്ങനെയാണ് അതിനെ കാണുക എന്ന് അറിയാൻ കഴിയില്ല. പൊതുവെ ഈ പാർട്ടിയുടെ ഒരു രീതി എന്ന് തന്നെ പറയുന്നത് വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനസ്സവർക്കില്ല എന്നുള്ളതാണ്. ഇത് ഇപ്പോഴെന്നല്ല, പണ്ട് മുതൽക്കേ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേക ഒരു സ്വഭാവം തന്നെ അതാണ്. അത് ആ പാർട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നതിലുപരി ആ പാർട്ടിയിലുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു പ്രത്യേക സ്വഭാവമാണത്. വിമർശനങ്ങളെ ഒരിക്കലും അവർ ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ്. അവർ എന്തിലാണോ ഉറച്ചു നിൽക്കുന്നത് അതാണ് സത്യം. അവരുടെ പാർട്ടി, അവർ പറയും പാർട്ടിയാണ്, വ്യക്തിയല്ല എന്ന്. ഇപ്പൊ വ്യക്തി അല്ല എന്ന് പറഞ്ഞാലും പാർട്ടിയെ നയിക്കുന്നത് ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തി പറയാണ്, ഈ പകല് പറയാണ് ഇത് രാത്രിയാണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി അണികളെല്ലാം അത് രാത്രിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു തരം മന്ദതയാണ് ആ പ്രവർത്തകർക്ക് മുഴുവനുള്ളത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും നമ്മൾ കണ്ടത്. ആരും സമ്മതിച്ചു തരില്ല. സോഷ്യൽ മീഡിയയിലാവട്ടെ എത്രത്തോളം വിമർശനം ഉണ്ടായാലും അവരത് സമ്മതിച്ചു. പക്ഷെ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആ ഒരു വിമർശന സ്വരങ്ങൾ ഉയർന്നു എന്നത് ശരിക്കും പറഞ്ഞാൽ അത് ആ പാർട്ടിക്ക് നല്ലതാണെന്നാണ് കരുതാൻ. പക്ഷെ ഈ പാർട്ടി അണികളും ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും ഒക്കെ ഇതിനെ ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുക എന്നതിലിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയെ ജനങ്ങൾ ഉൾക്കൊള്ളുവോ തള്ളുവോ എന്നുള്ള ഒരു കാര്യം. ഇപ്പോ അതിൽ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഈ കനത്ത പരാജയം എന്ന് തന്നെ പറയാം. സാധാരണഗതിയിൽ സംസ്ഥാന ഭരണം ഒരിക്കലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നത് തന്നെ ആ ഒരു ധാരണയാണ് ഇതോടെ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതില് പറഞ്ഞ മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട് ചേച്ചി. അതെന്ന് പറയുന്നത് ഇപ്പോ ആദ്യമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വന്ന പല CPM യോഗങ്ങളിലും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ എന്നാൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് കാര്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് LDFന്റെ കോട്ടയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പൊന്നാപുരം കോട്ടയായിരുന്നു എന്ന് പറയാം. ആ കോർപ്പറേഷനാണ് ഇപ്പൊ BJP പിടിച്ചെടുത്തത്. അപ്പൊ ആ ഒരു സാഹചര്യം പിന്നെ ഏറ്റവും, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ മേയറാക്കി. 5 വർഷങ്ങൾക്ക് മുമ്പ് അവർ ആര്യ രാജേന്ദ്രൻ എന്ന മേയറെ മുന്നോട്ട് വെക്കുമ്പോ അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോ അതൊരു പെൺകുട്ടിയെ മേയറാക്കി എന്ന് പറയുന്നത് വലിയൊരു പ്ലസ് പോയിന്റ്, വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നതല്ല, അതെല്ലാം എന്താണ് ആര്യ രാജേന്ദ്രന്റെ നിലപാടുകൾ, ആര്യ രാജേന്ദ്രൻ പിന്തുടർന്ന രീതി, മേയർ ആയതിനു ശേഷം ആര്യയ്ക്ക് വന്ന മാറ്റം, ഇതൊക്കെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. പിന്നീട് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുപോയത്, ആഗോള അയ്യപ്പ സംഗമത്തിൽ കാറിൽ കൊണ്ടുപോയത്, സ്വർണ്ണക്കൊള്ള, അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തെറ്റില്ല, പക്ഷെ യോഗി ആദിത്യനാഥിന്റെ കത്ത് അവിടെ വായിച്ചതിന്റെ അർത്ഥം എന്തായിരുന്നു എന്നുള്ള വിമർശനം പോലും തിരുവനന്തപുരത്ത് യോഗത്തിലുണ്ടായി. അല്ല, അത് എന്താണ്, അത് വെറും ഒരു വിശ്വാസികളോടുള്ള താല്പര്യം കൊണ്ടല്ല, വെറും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മാത്രമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അവരുടെ ഓരോ നീക്കങ്ങളും. ഇതെല്ലാം ജനം നേരത്തെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിച്ചത്. എന്നാൽ ഇത് സഖാക്കന്മാരും കൂടെ തിരിച്ചറിയുന്നു എന്നിടത്താണ് CPMന് ഒരു ശുഭപ്രതീക്ഷ ഉണ്ട് എന്ന് പറയാവുന്നത്. പക്ഷെ ഇതെങ്ങനെ ഈ പാർട്ടി ഉൾക്കൊള്ളും? ഇപ്പൊ മേയർ ആര്യ രാജേന്ദ്രന്റെ കാര്യം എടുത്താൽ എത്ര സംഭവങ്ങളാണ് അവർക്കെതിരെ വിമർശനം സമൂഹത്തിൽ നിന്നുണ്ടായത്. പക്ഷെ ഇതിനെ പാർട്ടി ഒരിക്കൽ പോലും വിലക്കുകയോ അതിൽ ചോദ്യം ചെയ്യുകയോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും പാർട്ടിയിൽ നിന്നുണ്ടായില്ല. അതായത് ആര്യ രാജേന്ദ്രൻ എന്ന കോർപ്പറേഷൻ മേയർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയപ്പോഴും സമൂഹത്തിൽ നിന്നും നിരവധി വിമർശനങ്ങൾ അവർ നേരിടുമ്പോഴും നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ അവരുടെ പല പ്രവൃത്തികളിലും ഉണ്ടായിരുന്നത്. ആ KSRTC ഡ്രൈവറുമായി ബന്ധപ്പെട്ട ഇഷ്യൂവില് എല്ലായിടത്തു നിന്നും അവർക്കെതിരെയായിരുന്നു ജനവികാരം ഉണ്ടായിരുന്നത്. അവർ ആ തെളിവുകളെ വളച്ചൊടിക്കാനും ഏതൊക്കെ രീതിയിൽ അവർ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് കേരളം കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഈ പാർട്ടിക്ക് എന്താ മനസ്സിലായി? ഈ ജനങ്ങൾ എന്താ വെറും പൊട്ടന്മാരാണെന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അല്ല ചേച്ചി, പാർട്ടി എന്താണ് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ചേച്ചി ആദ്യം പറഞ്ഞ വിമർശനങ്ങളെ അവർ അംഗീകരിക്കില്ല,
തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ആരെയും ഒപ്പം നിർത്തുക എന്നുള്ളൊരു നിലപാടാണ് പാർട്ടി എല്ലാ പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട് സൗപർണിക. ആരെയാണ് ഈ പാർട്ടി എല്ലാ കാലത്തും ചേർത്ത് നിർത്തുക എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. ചില ആൾക്കാർക്കെതിരെ വിമർശനങ്ങൾ വന്നാൽ അവർ പാടെ തള്ളിക്കളയും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെന്നല്ല, ഈ പാർട്ടി അണികൾ, ഈ പാർട്ടിക്ക് വേണ്ടി സൈബർ ഇടങ്ങളിൽ എഴുതുന്നവർ, വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു ഘടകമുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആർക്കാണോ പാർട്ടിയിൽ ആ പിടിമുറുക്കം ഉള്ളത് ആ ആളാണ് പാർട്ടി. അപ്പൊ ആ ആൾക്ക് ആരെയൊക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ അവരെ എല്ലാം സപ്പോർട്ട്, അവരെന്ത് ചെറ്റ പരിപാടി കാണിച്ചാലും അവരെ കൂടെ നിർത്തും. അതേസമയം അവർക്ക് അനഭിമതരായിട്ടുള്ളവർ എന്ത് അത് കുറ്റം ചെയ്യണമെന്നില്ല, അവരെ വേണ്ട എന്ന് തോന്നിയാൽ വേണ്ടെന്ന് വെക്കാനും ഈ പാർട്ടി നേതൃത്വത്തിനറിയാം. ഈ ഒരു അഹങ്കാരവും അപ്രമാദിത്വത്തിനും എതിരായാണ് ഇപ്പോൾ ശബ്ദമുയർന്നിരിക്കുന്നത്. ഇപ്പൊ ആര്യ രാജേന്ദ്രൻ തുടക്കത്തിൽ തന്നെ ഈ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അഹങ്കാരം, ധാർഷ്ട്യം, മറ്റുള്ളവരോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴുണ്ടാകുന്ന, അതായത് ഇപ്പൊ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ എങ്ങനെ മനുഷ്യർക്ക് സാധാരണ എല്ലാ ജനങ്ങളെ ഒരുപോലെ കാണണം, അവരോട് പെരുമാറുന്നതിൽ ശരിക്കും പറഞ്ഞാല് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഒരു സെക്കൻഡ് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കക്കണ മന്ത്രിക്ക് തിന്നണ മന്ത്രി, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി, അങ്ങനെയല്ലേ? ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന്. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി, കൊല്ലുന്ന മുഖ്യമന്ത്രിക്ക് തിന്നുന്ന മേയർ എന്നൊന്ന് മാറ്റിയാൽ മതിയെന്ന്. അപ്പൊ അത് കണ്ട് വളർന്ന് ആവേശം കൊണ്ട സഖാവായിരിക്കാം ഈ ശ്രീമതി ആര്യ രാജേന്ദ്രൻ. അതുകൊണ്ട് അത് അവര് തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്ത് പോയതായിരിക്കും. പക്ഷേ ഇത് ഈ അണികൾ തിരിച്ചറിയണം. നമ്മൾ അന്ധമായി ഒരു പാർട്ടിയിൽ വിശ്വസിക്കുമ്പോൾ അതിലെ തെറ്റും ശരിയും ഉൾക്കൊള്ളാൻ കഴിയും. പലപ്പോഴും ഇവർ കോൺഗ്രസിനെ പരസ്യമായി തന്നെ വിമർശിക്കുന്നതാണ് ആൾക്കൂട്ടം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ട പാർട്ടി. അതെ, രാഷ്ട്രീയം അതെന്ന് പറഞ്ഞാൽ ജനാധിപത്യ പാർട്ടി എന്നാണ് പറയുന്നത്. ആൾക്കൂട്ടം വേണം, ആൾക്കൂട്ടമാണ്. ജംബോ കമ്മിറ്റി എന്ന് പറഞ്ഞ് കളിയാക്കും. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, കോൺഗ്രസ് ഒരല്പം അച്ചടക്കം പാലിച്ചാൽ മതി, ജനങ്ങൾ കോൺഗ്രസിനെ ഏറ്റെടുക്കും. പക്ഷെ CPM-ന്റെ സ്ഥിതിയൊന്നും അതല്ല. അവർ ഒരുപാട് ഇത് പാലിക്കേണ്ടതുണ്ട്. കാരണം അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. അവർ ജനമനസ്സുകളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ തിരികെ കയറുന്നത് വലിയ പാടാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ജനമനസ്സുകളിൽ അവരുണ്ട്. അവർ കോൺഗ്രസ് പരം തമ്മിത്തല്ലാതെ അവരുടെ തമ്മിത്തല്ലാണ് എന്നും കോൺഗ്രസിന് വിനയായിട്ടുള്ളത്. അത് അഥവാ തമ്മിത്തല്ലിയാൽ പോലും സംഘടനാ തലത്തിൽ എന്തെങ്കിലും പിടിവലികളും ഒക്കെ ഉണ്ടെങ്കിലും അത് പുറത്തറിയിക്കാത്ത രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്താൽ ജനം എന്നും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുള്ളൂ എന്നത് വ്യക്തമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കാരണം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരുന്നു. അപ്പോ ഈ മേയർ ആര്യ രാജേന്ദ്രന്റെ, അതായത് ഇതിനു മുൻപത്തെ ഒരു മേയർ ഉണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരത്തെ ജനങ്ങൾ കണ്ടത് VK പ്രശാന്ത്, VK അല്ലേ കട്ടെ, തിരുവനന്തപുരം ജനങ്ങൾ കണ്ടത് VK പ്രശാന്ത് എന്നൊരു മേയറെയാണ്. അദ്ദേഹം എത്ര വിനയാന്വിതനായും അദ്ദേഹം ഒരു കൃത്യമായൊരു ജനപ്രതിനിധി ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അപ്പോ അത് കഴിഞ്ഞു വന്ന ഈ ആര്യ, അപ്പൊ രണ്ടും തമ്മിലുള്ള അത് മാത്രമല്ല, ചെറിയ പ്രായത്തിൽ മേയറാവുന്നപ്പോ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആര്യയെ സംബന്ധിച്ച്. കാര്യം ആര്യ മേയറായി വരുമ്പോ ഞാനടക്കം ഒരു പെൺകുട്ടിയാണ്, വളരെ ചെറുപ്പമാണ്, അപ്പൊ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു കോർപ്പറേഷനെ കൊണ്ടുപോകാനുള്ള ചുണയുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോഴും ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് അതിനെ കണ്ടത്. ഒരു പെൺകുട്ടി മേയറാകുന്നു, ചെറിയ പ്രായം, പക്ഷെ അതിനെ തകർത്തുകൊണ്ടായിരുന്നു ആര്യയുടെ അതിൽ കരുതാനില്ല. ഇപ്പൊ ചിലർക്ക് അർഹതയില്ലാതെ ചില സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുമ്പോൾ ഫ്രഷേഴ്സ് ആയിട്ട് കയറുന്നു, പെട്ടെന്ന് തന്നെ അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നു. അതായത് വളരെ കാലം എക്സ്പീരിയൻസ് ഉള്ളവരെക്കാളും സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ അവർ അതിലങ്ങ് മഞ്ഞളിച്ചു പോകും. അപ്പൊ അവരുടെ പ്രവൃത്തി എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല. അർഹതപ്പെടാത്തവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ VK പ്രശാന്ത് മേയർ ആയിരുന്നിടത്ത് ആര്യ രാജേന്ദ്രൻ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം പറയുന്നത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ജനങ്ങളോട് എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങൾ കണ്ടതാണ്. ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് എങ്ങനെ, പാർട്ടി സെക്രട്ടറി അല്ല വേണ്ടത് ജനങ്ങൾക്ക്, മുഖ്യമന്ത്രിയാണ് വേണ്ടത്. പകരം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പൊതുജനത്തോട് പെരുമാറിയത്, ഓരോ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങൾ കണ്ടതാണ്. ആ ഒരു വ്യത്യാസം ജനങ്ങൾ വിലയിരുത്തും. അതേസമയം അവിടെ ഉമ്മൻചാണ്ടി എന്നൊരു മുഖ്യമന്ത്രി ആ ലെവലിൽ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇത് തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾ കരുതും. അതുപോലെ തന്നെയാണ് ഒരു മേയർ, VK പ്രശാന്ത് എന്ന മേയർ ഉണ്ടായിരുന്നു. എത്ര സരസമായാണ് അദ്ദേഹം ആൾക്കാരെ ഡീൽ ചെയ്തത്, വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം എത്ര സജീവ പങ്കാളിത്തമായിരുന്നു, എത്ര പക്വതയോടെ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നുള്ള എല്ലാം ജനങ്ങൾ കണ്ടതല്ല. ഇനിയിപ്പോ ഒരു മേയർ വരുമ്പോ, ഇനിയിപ്പോ തിരുവനന്തപുരത്ത് സ്വാഭാവികമായി അടുത്തൊരു മേയർ വരും. മേയർ വരുമ്പോ ഒരു ഒരു 50% ആത്മാർത്ഥമായി പണിയെടുത്താൽ അത് മികച്ച മേയർ. കാരണം ഇപ്പൊ അവര് കോമ്പീറ്റ് ചെയ്യുന്നത് ആര്യ രാജേന്ദ്രനുമായാണ്.
അപ്പൊ ഇത്രയും ധാർഷ്ട്യമുള്ള ഒരു മേയറുടെ മുന്നിൽ ഒരു അല്പമൊക്കെ ആത്മാർത്ഥത കാണിച്ചാൽ മതി, ജനങ്ങൾ തൃപ്തരാകും എന്നുള്ളത് അത് ബി.ജെ.പിയുടെ മേയർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് കാര്യമാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനിയിപ്പോ ഈ വിമർശനങ്ങളെല്ലാം അംഗീകരിച്ച് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വർഗീയതയ്ക്ക് മൗനമായി സപ്പോർട്ട് ചെയ്തത് തെറ്റായി എന്നും സ്വർണ്ണക്കൊള്ള എത്രയും പെട്ടെന്ന് കൃത്യമായ അന്വേഷണം നടന്ന സ്വർണ്ണക്കൊള്ളയുടെ കള്ളി വെളിച്ചത്ത് പത്മകുമാറിനെ ഒന്ന് ആ പാർട്ടി മാറ്റി നിർത്തിയാലെങ്കിലും മതിയായിരുന്നു. മാറ്റി ഇത്തരം ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ജനങ്ങൾ തങ്ങൾക്കെതിരാണെന്നും CPM മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു വലിയൊരു ദുരന്തമെങ്കിലും ഒഴിവാക്കാം. ഇപ്പൊ അധികാരത്തിൽ കയറാമോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, വലിയൊരു ദുരന്തമെങ്കിലും നമ്മളിപ്പോ ഈ കാര്യം പറയുമ്പോൾ പോലും സൈബർ സഖാക്കന്മാർ ഇത് കാണുകയാണെങ്കിൽ നമുക്കെതിരെ ചെളിവാരി എറിയുന്ന ഒരു സമീപനമായിരിക്കും അവരിൽ നിന്ന് ഉണ്ടാകുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഇത് പറയുന്നു? അത് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിച്ചാൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്.